പഴയ കാലം മുതൽ തന്നെ കൊടുവള്ളിയിൽ ഒരു ബിസിനസ്സിന്റെ ഒരു ഹബ്ബായിട്ടാണ് ഇവിടെ ഡെവലപ്പായി വന്നത്. മുൻപൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് കൊടുവള്ളി ആയിരുന്നു ഈ പഴയ അടിവാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊടുവള്ളിയിൽ പുനർപ്പുഴയുടെ ഒരു തീരപ്രദേശമായതുകൊണ്ട് തന്നെ ഈ യാത്രാ സംഘങ്ങൾ തമ്പടിച്ചിരുന്ന ഒരു സ്ഥലം അത് കൊടുവള്ളിയിലായിരുന്നു. ആ ഒരു സമയത്ത് അതിനു മുമ്പ് തന്നെ ഇവിടെ ബിസിനസ് രംഗത്തേക്ക് വന്നു തന്നെ ഈ തടിക്കച്ചവടം, ഇവിടെ പുഴയിലേക്ക് തടികൾ കൊണ്ടുവരികയും അവിടുന്ന് കയറ്റി പോവുകയും ചെയ്യുന്ന ഒരു രീതി പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഓലമെടച്ചിൽ പോലുള്ള ബിസിനസ്സിലേക്ക്, പഴയ ആൾക്കൊക്കെ അറിയാം, ഓലമെടച്ചിലുള്ള ബിസിനസ്സിലേക്ക് വന്ന് പിന്നെ വീടി തെറുപ്പ്, പണ്ടത്തെ കാലത്ത് ഒരുപാട് വീടി തെറുപ്പിന്റെ കടകൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അതോടൊപ്പം തന്നെ ജ്വല്ലറി മേഖലകളും മെല്ലെ മെല്ലെ ഡെവലപ്പായി വന്നു. ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ജ്വല്ലറിയുടെ എല്ലാ മേഖലയും, മാനുഫാക്ചറിങ്ങും റീറ്റെയിലെ എല്ലാ രീതിയിലും കൊടുവള്ളിയിൽ ഒരു ഹബ്ബാണ്. അതിന് കാരണം ഇവിടെ ഏത് രീതിയിലുള്ള ആഭരണങ്ങൾ പണിയാനുള്ള കഴിവുള്ള സ്വർണ്ണപ്പണിക്കാരുണ്ട്, അതിൻ്റെ മെഷീനറീസ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം.